ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വട്ടയപ്പമാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള വിഭവമാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇത് എങ്ങനെ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റാമെന്നുള്ള ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കറി കൂട്ടിയാണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ബീഫാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്തതായി പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വട്ടയപ്പത്തിന് എന്തൊക്കെയാണ് ആവശ്യം നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ബസ്മതി റൈസിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 4 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയ ശേഷം ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ കുതിർന്ന് വന്നാൽ ഇത് നല്ല ടേസ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 4 മണിക്കൂർ നമുക്ക് കുതിർത്ത് വെക്കാം. ഞാൻ രാത്രിയിലാണ് കുതിർത്ത് വെച്ചത്. അപ്പോൾ രാവിലെ ഇനി എടുത്ത് അരച്ച് ഉണ്ടാക്കുകയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി റൈസിലും ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഡ്ഡലി റൈസ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പച്ചരി വേണമെങ്കിൽ എടുക്കാം. പിന്നെ ബസ്മതി റൈസിൽ എടുക്കുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബസ്മതി റൈസിൽ തന്നെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. പിന്നെ ഇതിനു വേണ്ടി ഞാൻ എടുത്തത് 1.5 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് കൂട്ടിയോ കുറച്ചോ എടുക്കാം. നിങ്ങൾ കറിയെല്ലാം മധുര ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടാം. പിന്നെ 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചിരകിയ തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഓപ്ഷണലാണ്. 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുക്കാം. ഇതിപ്പോൾ ഞാൻ മെഷറിംഗ് സ്പൂണിലാണ് എടുത്തത്. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ നിറച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. മധുരമുള്ളതാണെങ്കിലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 5-6 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ മധുരമിട്ട് കഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏലക്കായയുടെ അളവ് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ബസ്മതി റൈസ് തന്നെ വേവിച്ചതാണ് എടുത്തത്. അപ്പോൾ ഈ ചോറും പഞ്ചസാരയും കൂടെ മിക്സിയിലെ ജാറിലിട്ടിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ അരച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് അരി ചേർത്ത് അരച്ചു കൊടുക്കാം. കാരണം ഇത് അരച്ച് വരുമ്പോൾ തന്നെ ഇത് നല്ല കുറച്ച് വെള്ളം ഇതിൽ വരും. ഞാനൊരു സ്പൂണ് വെള്ളം ചേർത്താണ് ഇത് അരച്ചെടുത്തത്. പക്ഷേ ഇപ്പം കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായപ്പോൾ. അപ്പോൾ ഇത് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് അരി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് ചേർത്താൽ മതി കേട്ടോ, കുറേ ഒരുമിച്ച് ചേർക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോറില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അരി മാത്രം ആദ്യം ഒന്ന് അരച്ചെടുത്ത ശേഷം അതിൽ തന്നെ കുറച്ച് മാവെടുത്ത് അതിൽ 2 സ്പൂണ് മാവെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുറുക്കിയെടുത്താൽ മതി. അടുപ്പിൽ വെച്ച ശേഷം ഒന്ന് വെറുകിയെടുത്താൽ നമുക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ ഈ അരിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നുകൂടെ നല്ലപോലെ അരച്ചെടുക്കാം. ഈ തേങ്ങാപ്പാലെല്ലാം പറഞ്ഞ അളവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ലാസ്റ്റ് സമയത്താണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ച ഈസ്റ്റും കൂടെ ഒന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ പഞ്ചസാരയും ഉപ്പും എല്ലാം ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയത്തൊന്ന് മാവ് നോക്കിയിട്ട് അതിൽ ഉപ്പും പഞ്ചസാരയുടെ അളവൊക്കെ കറക്റ്റാക്കി വെക്കുക. ഇനി മാവൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാനിതെടുത്തതാണ്. ഞാൻ രാവിലെ അരച്ച് വെച്ച മാവായിരുന്നു. ഇപ്പോൾ ഒരു 6 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. മാവ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം മാത്രം അപ്പം ചുടാൻ ഉപയോഗിക്കുക. അപ്പോൾ ഈ മാവൊന്ന് ഞാൻ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുക മധുരവും ഉപ്പും എല്ലാം കറക്റ്റാണോ എന്ന്. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ മധുരമിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ സമയത്ത് കുറച്ചുകൂടെ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു നല്ല സ്മെല്ല് നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത്. അപ്പോൾ അതുപോലെ നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുക. ഇനിയിപ്പോൾ മാവ് നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതുപോലെ ഒരു സ്റ്റീലിൻ്റെ ട്രേയിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഞാൻ ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്. കാരണം ഇതിൽ മാവ് ഒഴിച്ചാൽ നമുക്ക് വെക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഈ പ്ലേറ്റ് അവിടെ വെച്ച് കൊടുക്കുക. ആ പ്ലേറ്റ് ഒന്ന് ചൂട് പിടിക്കട്ടെ. അതിനുശേഷം നമുക്ക് മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മാവ് ഒരു പകുതി ഭാഗത്ത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 45 മിനിറ്റ് ഇപ്പം ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഒന്ന് തൊട്ട് നോക്കി കയ്യിലൊന്നും പറ്റി പിടിക്കുന്നില്ല. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കൂടെ ഒന്ന് കുത്തി നോക്കുക. അതിനുശേഷം വെന്ത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ചൂട് പകുതി തണഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനിത് ഇതുപോലെ ഒന്ന് ഈ ട്രേയിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. കണ്ടോ, ട്രെയിലൊന്നും ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റായിട്ടായിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മധുരം ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെറി വേണമെങ്കിൽ അതും മേലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ ആവി കയറ്റി വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിൽ മാവ് എടുത്തപ്പോൾ ഇതുപോലെ ഒരു 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെ ഞാൻ 3 എണ്ണം ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കട്ടിയുള്ള അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ ഏത് പാത്രമാണോ ഏത് കട്ടിയിലാണോ നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 1/4 ഭാഗം മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ അത് പൊങ്ങി വന്ന് അത് ഫുള്ളായി നിന്നോളും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബീഫ് കറി കൂട്ടിയാണ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കട്ടിയിലാണ് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഇത് നല്ല സോഫ്റ്റും ആയിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ ക്രിസ്മസ് അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് ഇതുപോലെ വട്ടയപ്പം പലതരം ക്രിസ്മസ് കറികളും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ഓരോന്നായിട്ട് ഓരോ ദിവസം പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗീവ് അവേ അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഈ ബീഫ് കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ ബീഫ് കറി ഒരു പ്രത്യേക ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. അപ്പോൾ ആ വീഡിയോയും ആരും മിസ് ചെയ്യാതെ ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അത്ര കിടു റെസിപ്പിയാണ്. പിന്നെ നമ്മുടെ ഇത്തവണത്തെ ഗീവ് അവേ അതും മിസ് ചെയ്യാതെ കണ്ടിരിക്കണം. കാരണം ഞാൻ സൺഡേയിൽ പോസ്റ്റ് ചെയ്യും അത് ഇൻഷാ അല്ലാ. അപ്പോൾ ആ റെസിപ്പിയും എല്ലാവരും ഒന്നും മറക്കാതെ കാണണം. കാരണം അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. പുതിയൊരു സർപ്രൈസ് കോമ്പറ്റീഷൻ്റെ കാര്യമാണ്. അപ്പോൾ അതും കൂടെ കാണുക. നിങ്ങൾക്കതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും പങ്കെടുക്കാൻ ചെയ്യണം. വീണ്ടും ഒരു പുതിയ റെസിപ്പിയായി ഞാൻ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.